വളരെ രഹസ്യമായി, ആരും അറിയാതെ മറ്റൊരാളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ആഗ്രഹം എത്തിക്കാൻ കഴിഞ്ഞാലോ? അതും വെറും നിമിഷങ്ങൾക്കുള്ളിൽ. മാനിഫെസ്റ്റേഷനിലെ ഏറ്റവും വേഗതയേറിയ, ഏറ്റവും എളുപ്പമുള്ള വിസ്പർ മെത്തേഡാണിത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു രഹസ്യം പറയുന്ന പോലെയോ ഉള്ള ഒരു ടെക്നിക്കാണ്. ലോ ഓഫ് അസംപ്ഷൻ എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ആഗ്രഹം സാധിച്ചു തരേണ്ടത് ആരാണോ ആ വ്യക്തിയുടെ ഉപബോധ മനസ്സിനോടാണ് നമ്മൾ നേരിട്ട് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാവരുടെയും സബ് കോൺഷ്യസ് മൈൻഡ് യൂണിവേഴ്സൽ മൈൻഡുമായി കണക്റ്റഡ് ആണ്. നിങ്ങൾക്കൊരാളോട് ഒരു കാര്യം പറയാനുണ്ട്, പക്ഷേ നേരിട്ട് പറയാൻ മടിയാണ്, അല്ലെങ്കിൽ അവർ കേൾക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് പോയി അവരറിയാതെ അവരുടെ ചെവിയിൽ അത് മെല്ലെ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇത് ഏകദേശം അതുപോലെയാണ്. പക്ഷേ നമ്മൾ ശരിക്കും അവരുടെ അടുത്ത് പോകുന്നില്ല. പകരം നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ എനർജി ഉപയോഗിച്ച് അവരുടെ അടുത്ത് പോകുന്നു. ഇതൊരു തരം ടെലിപ്പാത്തി പോലെയാണ്. നമ്മുടെ ചിന്തകളെ ഒരു എനർജി മെസ്സേജാക്കി നമ്മൾ മറ്റൊരാളിലേക്ക് അയക്കുന്നു. എൻ്റെ ഒരു കുഞ്ഞു അനുഭവം പറയാം. ഞാൻ കാർ ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ ചേച്ചിയെ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ തന്നെ എൻ്റെ ഫോണിലൊരു കോൾ വന്നു. നോക്കിയപ്പോൾ ചേച്ചിയാണ് വിളിക്കുന്നത്. അവിടെ നടന്നത്, ചേച്ചി വിളിച്ചപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ചിന്തത എൻ്റെ ബ്രെയിൻ ക്യാപ്ചർ ചെയ്തു. നമ്മളെല്ലാം യൂണിവേഴ്സൽ മൈൻഡുമായി കണക്റ്റഡ് ആണെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഈ ലോകത്തുള്ള എല്ലാം, ഞാനും നിങ്ങളുമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എനർജി അഥവാ ഊർജം കൊണ്ടാണ്. ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ വെവ്വേറെ ശരീരങ്ങളിലാണെങ്കിലും നമ്മുടെ എല്ലാം ഉള്ളിലെ എനർജി ഒന്നാണ്. നമുക്ക് 2 തരം മനസ്സുണ്ട്. ബോധമനസ്സ്, എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന, സംശയിക്കുന്ന, അതൊന്നും നടക്കില്ല എന്ന് പറയുന്ന മനസ്സ്. ഇതൊരു കാവൽക്കാരനെ പോലെയാണ്. പിന്നെ ഉപബോധ മനസ്സ്, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് ജീവിതത്തിൽ പ്രകടമായി കാണും. ഇതിന് ശരിയും തെറ്റും അറിയില്ല, തമാശയും കാര്യവും അറിയില്ല. സാധാരണ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അത് ആദ്യം കേൾക്കുന്നത് അവരുടെ ബോധ മനസ്സ് അഥവാ ആ കാവൽക്കാരനാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരാളോട് എന്നെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കും എന്തിന് എന്ന്. പക്ഷേ വിസ്പർ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ കാവൽക്കാരനെ മറികടക്കുന്നു. നമ്മൾ അയക്കുന്ന മെസ്സേജ് നേരെ ചെല്ലുന്നത് അവരുടെ ഉപബോധ മനസ്സിലേക്കാണ്. ആ മനസ്സ് അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ആ വ്യക്തിക്ക് തോന്നലുണ്ടാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വളരെ കൃത്യമായിരിക്കണം. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനെ 1-2 വാക്കുകളുള്ള ഒരു ചെറിയ വാചകമാക്കി മാറ്റുക. ഇതെപ്പോഴും പ്രസന്റ് ടെൻസിലായിരിക്കണം. ഒരാൾ നിങ്ങളെ കോൾ വിളിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ എന്നെ വിളിക്കൂ, അല്ലെങ്കിൽ എന്നെ ഓർക്കൂ എന്ന് വേണം പറയാൻ. എന്നെ വിളിക്കണേ എന്നല്ല, എന്നെ വിളിക്കൂ എന്നാണ് വേണ്ടത്. ഒരു കമാൻഡ് ചെയ്യുന്ന പോലെയാണ് ആ ചെറിയ വാചകം ഉണ്ടാക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാവൽക്കാരൻ അഥവാ ബോധമനസ്സിനെ ഉറക്കണം. എപ്പോഴാണ് ഈ മനസ്സ് ഉറങ്ങുന്നത്? നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴുമാണ്. ഈ അവസ്ഥയെ സാറ്റ്സ് അഥവാ സ്റ്റേറ്റ് എക്കിൻ ടു സ്ലീപ്പ് എന്ന് പറയും. ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരു മയങ്ങിയ അവസ്ഥ. ഇത് ചെയ്യാൻ ഏറ്റവും നല്ല സമയം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ്. ബെഡിൽ കിടക്കുക, കണ്ണുകൾ അടച്ച് ശാന്തമായി ശ്വാസമെടുക്കുക. ഒരു 10 തൊട്ട് 1 വരെ പുറകിലോട്ട് എണ്ണുക. ഓരോ അക്കം എണ്ണുമ്പോഴും നിങ്ങൾ കൂടുതൽ റിലാക്സ് ആവുകയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ ശരീരം ഭാരമില്ലാത്തതുപോലെ നിങ്ങൾക്ക് തോന്നും. ചെറിയൊരു മയക്കം വരും, പക്ഷേ പൂർണ്ണമായി ഉറങ്ങരുത്. ഈ അവസ്ഥയിലാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും ആക്റ്റീവായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ കാരണമാകേണ്ട ആ വ്യക്തിയെ മനസ്സിൽ കാണണം. അവരുടെ ചെവിക്കടുത്തേക്ക് പോയി
വളരെ പതുക്കെ സ്നേഹത്തോടെ നിങ്ങൾ തയ്യാറാക്കി വെച്ച ആ ചെറിയ വാചകം പറയുക. എന്നെ വിളിക്കൂ. ഇതൊരു 9 തവണ അവരുടെ ചെവിയിൽ പറയുന്നതായി സങ്കൽപ്പിക്കുക. എന്നെ വിളിക്കൂ, എന്നെ വിളിക്കൂ, എന്നെ വിളിക്കൂ. ഇത് പലരും വിട്ടുപോകുന്ന എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്റ്റെപ്പാണ്. നിങ്ങൾ ആ വാചകം പറഞ്ഞതിന് ശേഷം അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിൽ കാണണം. എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം ആ വ്യക്തി പുഞ്ചിരിക്കുന്നതായി കാണുക. നിങ്ങൾക്ക് അനുകൂലമായ ഒരു പ്രതികരണം അവരിൽ നിന്ന് കിട്ടിയതായി കണ്ട് ഉറപ്പിക്കുന്നത് അത്യാവശ്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. ഇനി അത് എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ ഇത് ചെയ്ത കാര്യം തന്നെ മറന്നു കളയുക. നിങ്ങൾ ഒരു സുഹൃത്തിന് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ അത് ഡെലിവർ ആയോ, അവർ കണ്ടോ എന്ന് ഓരോ സെക്കൻഡിലും നോക്കിക്കൊണ്ടിരുന്നാൽ എന്താകും അവസ്ഥ? മെസ്സേജ് അയച്ചു, അത് അവർ കണ്ടോളും. അതുപോലെ ഈ മെസ്സേജും കൃത്യമായി ഡെലിവർ ആകും. ആ ഒരു മനോഭാവം വളർത്തിയെടുക്കുക. കാരണം ലോ ഓഫ് അട്രാക്ഷനിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നടക്കില്ലട്ടോ, ഇപ്പോൾ പറഞ്ഞു തരാം. ഈ പ്രശ്നങ്ങൾ മാറ്റി വിസ്പർ മെത്തേഡ് വിജയമാക്കാൻ ചില എളുപ്പ വഴികളുണ്ട്. ചെറുതായി തുടങ്ങുക. നിങ്ങൾക്ക് വലിയ വിശ്വാസം വരുന്നില്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വിശ്വാസം കൂട്ടിയെടുക്കുക. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ വിസ്പർ മെത്തേഡിലൂടെ ചെയ്യുക. ഇത് നടക്കുമ്പോൾ ഹേയ്, ഇത് വർക്കാകുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ആ വിശ്വാസം വെച്ച് നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതൊരു കലയായി കാണുക. ഇത് സീരിയസ് ആയി അല്ല ചെയ്യേണ്ടത്. ഒരു കളി കളിക്കുന്നത് പോലെ സന്തോഷത്തോടെ ചെയ്യുക. ഇതൊന്ന് ചെയ്തു നോക്കാം. എന്ത് സംഭവിച്ചാലും ഹാപ്പി, സംഭവിച്ചില്ലേലും ഹാപ്പി, നോ പ്രോബ്ലം എന്നൊരു ലാഘവത്തോടെ ചെയ്യുമ്പോൾ ഡെസ്പറേഷൻ ഇല്ലാതാവുകയും ഫലം വേഗത്തിൽ കിട്ടുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്ത് കണ്ടന്റാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? എന്ത് കണ്ടന്റാണ് വീഡിയോ ആയി ചെയ്യേണ്ടത് എന്ന് കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.